ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് കേസ് പിൻവലിച്ച് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ, നേരത്തെ വർഷാപ്പടിച്ച് പൊളിച്ചതേ ഉള്ളൂ. ഇനി ചിലപ്പോ ജനിപ്പിച്ച തന്തയാണെന്ന് പോലും ഞാൻ നോക്കില്ല. ചന്ദ്രു, ഞാൻ ഇറങ്ങുക. കുറച്ച് ഇടട്ടമ്മേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് തരണമെന്ന് ബിനുവേട്ടൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. അമ്മയുടെ അച്ഛന്റെ ഇഷ്ടങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചതുപോലെ ബിനുവേട്ടൻ പറയുന്നത്. മോളെ, സ്വന്തം അമ്മയോ അച്ഛനോ അല്ലാതിരുന്നിട്ട് പോലും എന്റെയും മാധവേട്ടന്റെയും മനസ്സ് പഠിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വിനുമോൻ അതിനേക്കാൾ ഏറെ നിന്നെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഉറപ്പാ. ആ സ്നേഹം ഒരുപാട് ഞാനും അനുഭവിക്കുന്നുണ്ടമ്മേ. ഏതോ ജന്മത്തിൽ മീനാക്ഷി ചെയ്ത പുണ്യ എനിക്ക് വിനുവേട്ടനെ കിട്ടിയത്. എന്റെ കുഞ്ഞിന് സംസാരിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അവൻ ഇത്ര പെട്ടെന്ന് വർക്ക്ഷോപ്പ് പണികളൊക്കെ പഠിച്ചെടുത്തേന്ന് അറിയാമോ? മിടുക്കനാ. അമ്മേ, ആരോ വിളിച്ചതുപോലെ. ആ, ഞാനും കേട്ടു. എന്താമ്മേ, മൂത്ത മകനായി എന്റെ ശബ്ദം പോലും അമ്മ മറന്നുപോയോ? സാധാരണ മൂത്ത മക്കളോടാ അമ്മമാർക്ക് സ്നേഹ കൂടുതൽ. പ്രകാശ് ഏട്ടനോ? വാ ഇരിക്കേ. എന്തായാലും ഞാൻ വന്ന് നല്ല നേരത്താ. മീനാക്ഷി, എനിക്ക് കൂടി ഊണ് വിളമ്പ്. അതിനെന്താ? സുചിത്രയും ഗോകുലും സുഖമായിട്ടിരിക്കുന്നു? സുഖായിരിക്കുന്നമ്മേ. അമ്മ മരുമകളുടെയും കൊച്ചുമോന്റെയും സുഖവിവരം മാത്രം തിരക്കി. എനിക്ക് സുഖാണോന്ന് തിരക്കിയില്ല. അച്ഛമ്മ പോയപ്പോഴാ അച്ഛമ്മയുടെ വില എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഇനിയൊന്ന് മിണ്ടാനോ ആ വഴക്കൊന്ന് കേൾക്കാനോ ഒരിക്കലും ഒരിക്കലും പറ്റില്ലല്ലോ അമ്മേ. പ്രകാശേട്ടാ, കൈ കഴുകിട്ട് വാ. എന്നും കൈ കഴുകുന്നല്ലേ. മീനാക്ഷി, ചോറ് വിളമ്പ്. മതി 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 മതി. പ്രായമൊക്കെ ആയെങ്കിലും എനിക്കിപ്പോഴും കുറച്ച് പക്വത കുറവുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് ചില്ലറ തെറ്റുകളൊക്കെ അമ്മേ എന്റെ ഭാഗത്തൊന്നും വന്നിട്ടുണ്ടാവും. അതിന്റെ പേരിൽ അച്ഛൻ എന്റെയും മനോജിന്റെയും പേരിൽ കേസ് കൊടുത്തത് ശരിയായില്ല.
അത് കുറച്ച് കടുത്തുപോയി. ഏതാ, കറികളാണോ? കറികൾ കടുത്തുപോയി എന്നല്ല ഞാൻ പറഞ്ഞത്. അച്ഛന്റെ പ്രവൃത്തി കുറച്ച് കടുത്തുപോയി എന്നാ പറഞ്ഞത്. ഓ, അങ്ങനെയായിരുന്നല്ലേ. അച്ഛനിപ്പോ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അച്ഛനെ തിരിച്ചു വിളിച്ച് വരാൻ പറയാം. നീ അച്ഛനോട് തന്നെ നേരിട്ട് പറഞ്ഞോളൂ. ഏയ്, അതൊന്നും വേണ്ട. അമ്മ അച്ഛനെ ഉപദേശിച്ച് തീരുമാനം മാറ്റിയാ മതി. മീനാക്ഷി, കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ വെക്കുന്ന പോലെ തന്നെ. ആ, കുറച്ചുകൂടെ ചോറിടട്ടെ? വേണ്ട വേണ്ട വേണ്ട. ഞാനേ പേരൊന്ന് കഴിച്ചു മാത്രമേ ഉള്ളൂ. അമ്മേ, അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി തീരുമാനം മാറ്റിയില്ലെങ്കിലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മനോജിനെയാ. മനോജിന് അവന്റെ അമ്മായിച്ചന്റെ ചെലവില് ഇനി താമസിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ദാ, അമ്മയ്ക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി, ഈ മനസ്സ് അച്ഛനില്ല. അല്ല പ്രകാശേട്ടാ. ഏയ്, വേണ്ട വേണ്ട. അമ്മേ, അച്ഛനിനി എത്ര കാലം എന്ന് വെച്ചിട്ടാ ജീവിക്കാൻ പോകുന്നത്? ഞങ്ങളിനി ഒരുപാട് കാലം ജീവിക്കാനുള്ളതാ. ഞങ്ങളെ വെറുതെ മാനം കെടുത്തരുതെന്ന് പറയണം. അമ്മേ, ഞാൻ പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അതോ അമ്മയും അയാളും കൂടി പൊട്ടം കളിക്കാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് കേസ് പിൻവലിച്ച് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ, നേരത്തെ വർഷാപ്പടിച്ച് പൊളിച്ചതേ ഉള്ളൂ. ഇനി ചിലപ്പോ ജനിപ്പിച്ച തന്തയാണെന്ന് പോലും ഞാൻ നോക്കില്ല. നീ എന്റെ ബിനുമോന്റെ ദേഹത്ത് കൈവച്ചപ്പോഴും ഞാൻ ക്ഷമിച്ചതാ. ഇനി നീ എന്റെ മാധവേട്ടനെ തല്ലൂന്നോ? നിന്റെ അച്ഛനെന്ന് പറയുന്നതാ എന്റെ മാധവേട്ടന്റെ അപമാനം. എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത കോടികളുടെ ആസ്തിയുള്ള എന്റെ കോവിലകത്തേക്ക് എന്റെ മാധവേട്ടൻ ചെന്നൊന്ന് തല കുനിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് കോടീശ്വരനായി ജീവിച്ചേനെ. ദാരിദ്ര്യം ഉണ്ടെങ്കിലും അന്തസ് കൈവിടാതെ ജീവിച്ച ആ മനുഷ്യനെ അപമാനിച്ചാലുണ്ടല്ലോ, ഈ ചന്ദ്രികാവർമ്മ മൂത്ത മോന് കൈവിറയ്ക്കാതെ വായ്ക്കരിയിടും. ഇറങ്ങട പുറത്ത്. ഇതെന്റെ മോന്റെ വീടാ, എന്റെ വിനുമോന്റെ വീട്. നിങ്ങൾ പുറത്തിറങ്ങുന്നോ അതോ അടിച്ചിറക്കി വിടണോ? ദേ, നല്ല ചൂലുണ്ടകത്ത്. രാജവെമ്പാലയാ നിങ്ങൾ നോവിച്ചു വിടുന്നേന്ന് ഓർക്കണം. ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. കാത്തിരുന്നോ അമ്മായിമ്മയും മരുമോളും. മാനത്തെ കൊട്ട